ഇത് വിശാലമായ കൈലാസപർവ്വതം. ദൈവം ശിവൻ പാർവതിയുടെ വാസസ്ഥലമാണിത്. പിന്നെ ഇത് ദേവി പാർവതി. എങ്ങനെയിരിക്കുന്നുവെങ്കിൽ എന്തോ ഒരു ആഴമായ ചിന്തയിലിരിക്കുന്നു. വരൂ, അതിന്റെ കാരണം നോക്കാം. എനിക്കിപ്പോ കുളിക്കണം. പക്ഷേ മുറ്റത്ത് ആര് നിൽക്കും? എല്ലാ കാവൽക്കാരും രക്ഷകരും ശിവന്റെ ഒപ്പമല്ലേ പോയിരിക്കുന്നേ. ഇപ്പോ ഞാൻ എന്തു ചെയ്യും? ഇത് എത്ര മനോഹരമായ പാവ! ഞാനിതിന് ജീവൻ നൽകട്ടെ. അമ്മേ, നിന്നെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. എന്റെ ഹൃദയത്തിന്റെ നിധിയാണ് നീ. കോടാനുകോടി നമസ്കാരം. മകനെ, ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നു. നീ മുറ്റത്ത് നിന്ന് എനിക്ക് വേണ്ടി കാവൽ കാക്കുമോ? തീർച്ചയായും അമ്മേ. ആരെയും എന്റെ അനുവാദമില്ലാതെ അകത്തേക്ക് അയക്കരുത്, കേട്ടോ? ഉറപ്പായും അമ്മേ. അനുമതിയില്ലാതെ ആരും തന്നെ വരികയില്ല. അമ്മ ഒന്നോർത്തും പേടിക്കാതെ കുളിച്ചിട്ട് വരൂ. ഞാൻ എല്ലാം നോക്കിക്കോളാം. ഈശ്വരൻ വന്നുകൊണ്ടേയിരിക്കുന്നല്ലോ. അമ്മയും പറഞ്ഞിരിക്കുന്നു ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന്. നിൽക്കൂ നിൽക്കൂ. മാതാ പറഞ്ഞിരിക്കുന്നു അനുമതിയില്ലാതെ ആരും തന്നെ വരാൻ പാടില്ലെന്ന്. താങ്കൾക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ഭവനത്തിലേക്ക് നാം പോകുന്നത് ആരാണ് തടയുന്നത്? ബാലകനെ, നീ ആരാണ്? ആദ്യം താങ്കൾ പറയൂ, താങ്കൾ ആരാണ്? നാമോ? നാം പാർവതിയുടെ പതി ശിവൻ. വ്യക്തമായോ? ശരി, നാം ആരാണെന്നറിയാമോ? നാം പാർവതിയുടെ പുത്രനാണ്. പാർവതിയുടെ പുത്രനോ? നീ ആരുമാകട്ടെ, വഴിമാറുക, അകത്ത് പോകട്ടെ. ഇല്ല ഇല്ല, താങ്കൾ ആരുമായിക്കോട്ടെ. അമ്മയുടെ അനുവാദമില്ലാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. നിർത്തുക, നിനക്കറിയില്ല നാം ആരാണെന്ന്. താങ്കൾ തന്നെ പറഞ്ഞില്ലേ പാർവതിയുടെ പതിയാണെന്ന്. ബാലകനെ, വഴിമാറൂ. നാം മാറുകയില്ല. നമ്മെ കോപത്തിലാക്കരുത്. നാം വാക്ക് മാറുകയില്ല. നമുക്ക് വഴിമാറുന്നോ ഇല്ലയോ? എത്ര തവണ പറയണം? അത് അസംഭവമാണ്. പോകൂ. മാതാ!
സ്വാമി, നിങ്ങൾ അകത്തേക്ക് എങ്ങനെ വന്നു? ആ ബാലകൻ നിങ്ങളെ തടഞ്ഞില്ലേ? അതെ, തടഞ്ഞു. അവൻ ജീവനും വെടിഞ്ഞു. ആ ബാലകൻ ആരാണ്? ആ ബാലകൻ ആരാണ്? എന്ത്? ഞാൻ ജീവൻ നൽകിയ ബാലകന്റെ ജീവൻ നിങ്ങൾ എടുത്തെന്നോ? എന്റെ മകൻ. നമ്മുടെ മകനോ? എന്റെ സ്നേഹമുള്ള മകനെ. എന്റെ സ്നേഹമുള്ള മകനെ. അയ്യോ, എന്താ ഇത്? തെറ്റ് സംഭവിച്ചല്ലോ. കരയണ്ട പാർവതി. പക്ഷേ എങ്ങനെ? എനിക്ക് എന്റെ മകൻ വേണം. കരയണ്ട, നിന്റെ മകൻ ഉറപ്പായും ജീവനോടെ തിരിച്ചു വരുന്നതാണ്. ശാന്തമാകുക, കരയാതെ ഇരിക്കൂ. ആ അസംഭവം. നമ്മുടെ തൃശൂലത്താൽ വെട്ടപ്പെട്ട ശിരസ് ഒരിക്കലും തിരികെ വരികയില്ല. ബാലകന് വേണ്ടി മറ്റൊരു ജീവത്യാഗം ചെയ്യണം. വീരന്മാരെ, ഭഗവാൻ, പോകൂ. വടക്കു ദിശയിൽ തലവെച്ച് കിടക്കുന്ന ഏതെങ്കിലും മൃഗത്തെ കൊണ്ടുവരൂ. അങ്ങയുടെ ആജ്ഞ പോലെ. വരൂ വരൂ, ആ ആനയെ നോക്കൂ. വേഗം വേഗം വരൂ, വരൂ, വേഗം. വേഗം. ഒരാനയുടെ തല, അതും ഇത്ര സുന്ദരനായ ബാലകന്. ലോകം ഇത് കണ്ട് ചിരിക്കില്ലേ? പാർവതി മാതാവേ, ഭാഗ്യമാണ് എല്ലാത്തിനും കാരണം. നടക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ മകനെ എല്ലാവരും ഗജരാജൻ എന്ന് വിളിക്കും. ഒരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുൻപ് ഈ ബാലകനെയും എല്ലാവരും വണങ്ങും. ഇവൻ വിഘ്നനാശകനായിരിക്കും. എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകറ്റി മാറ്റാൻ ഇവനെ എല്ലാവരും പൂജിക്കും.